നമസ്കാരം. ഇസ്രായേൽ അമേരിക്കയിൽ ബോംബിടും. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കി ട്രംപ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിൽ ഇതാ വിള്ളലുകൾ വീഴുന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു. ആഗോള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നെതന്യാഹുവിനോട് രൂക്ഷമായ ഭാഷയിൽ ആക്രോശിക്കുകയാണ് ട്രംപ്. അതിലൂടെ തന്റെ അനിഷ്ടം പ്രകടമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കാൻ ട്രംപിന്റെ അനുചരന്മാർ തയ്യാറാകുന്നു എന്നുള്ളത്. വളരെ കാലമായിട്ട് സഖ്യകക്ഷികളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിൽ അവരുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാണ്. ലബനിലെ സംഘർഷാവസ്ഥയുടെ പേരിൽ ട്രംപ് നെതന്യാഹുവിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതായുള്ള റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ആഗോളവേദിയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും ഇത് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിന്റെ നടപടികൾ തന്റെ നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കുന്നുവെന്ന തിരിച്ചറിവാണ് പ്രസിഡന്റിനെ പ്രകോപിതനാക്കിയത് എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകളിലും മറ്റുമൊക്കെ ഇസ്രായേലിന്റെ നിലപാടുകൾ അത് തടസ്സമായി നിൽക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. ഇറാനുമായിട്ട് സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ ഈ ആക്രമണാത്മകമായിട്ടുള്ള സമീപനം അത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അമേരിക്ക സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും കരാറുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേ ഇസ്രായേലിന്റെയും നെതന്യാഹുവിന്റെയും ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് നെതന്യാഹു. അതുകൊണ്ട് തന്നെയാണ് പലവട്ടം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോഴും ട്രംപ് മാറി നിന്നതും സമാധാന ചർച്ചകൾ പുരോഗമിക്കാതെ അവതാളത്തിലാകുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുന്ന ഒരു കാഴ്ച കാണുന്നത്. ഫോൺ സംഭാഷണത്തിലൂടെ ട്രംപ് നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുവാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനും ട്രംപ് മടിച്ചില്ല എന്നുള്ളതാണ്. തന്റെ സഹായം കാരണമാണ് നെതന്യാഹു ജയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് കൂടി ട്രംപ് തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളം വഷളായെന്ന് വ്യക്തമാക്കുകയാണ് ഇതിലൂടെ. ഇസ്രായേലിന്റെ അതിരുകടന്ന പ്രതികാര നടപടികൾ തനിക്ക് അസ്വീകാര്യമാണ് എന്ന് കൂടി ട്രംപ് വ്യക്തമാക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ആക്രമണ രീതികളെ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ബെയ്റൂട്ടിലെ കെട്ടിടങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ ട്രംപ് പരസ്യമായിട്ടുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം ബെയ്റൂട്ടിലെ ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്താൻ ഇസ്രായേൽ തയ്യാറായെങ്കിലും നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ തുടർന്നും ധിക്കാരപരമായിരുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിശ്വാസ്യതയുടെ ആഴത്തിലുള്ള കുറവിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്താൻ പദ്ധതിയിട്ട് ആക്രമണങ്ങൾ നിർത്തിവെച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെയാണ് തീവ്ര വലതുപക്ഷ വിഭാഗം രംഗത്ത് വന്നത്. ഹിസ്ബുള്ളയെ ആക്രമിക്കണമെന്നും അതിനായിട്ട് നമ്മുടെ പോരാളികളെ അഴിച്ചുവിടണമെന്നും വടക്കൻ മേഖലയിൽ സുരക്ഷ പുനഃസ്ഥാപിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗ്വിർ അവർ എക്സിൽ കുറിച്ചു വെക്കുകയും ചെയ്യുന്നു. അപ്പൊ ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഈ പറയുന്ന നെതന്യാഹു. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനോട് സാധ്യമാകുമ്പോൾ അതെ എന്നും ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്നും പറയുവാനുള്ള ഒരു കരുത്ത് ആ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നല്ല സുഹൃത്തായിട്ടുള്ള ട്രംപിനോട് നോ എന്ന് പറയേണ്ട സമയമാണ് ഇത് എന്ന് കൂടി ബെൻഗ്വിർ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി. അപ്പോൾ നെതന്യാഹുവും ട്രംപും തമ്മിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു പോകുന്നത് ശരിയല്ല. അതേസമയം ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുമ്പോഴും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഇറാൻ അമേരിക്ക ചർച്ചകൾ തടസ്സപ്പെടുമെന്നും അതിനാൽ വിഷയത്തിൽ ഖത്തറും ഈജിപ്തും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു വേളയിലേക്കാണ് ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷ എന്നതിലുപരി സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ടാണ് നെതന്യാഹു നിലകൊള്ളുന്നത് എന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സ്വന്തം വഴിക്ക് സഞ്ചരിക്കുവാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനിയും കുറയുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായി തകർക്കാനാകാത്ത ബന്ധം എന്ന് കരുതപ്പെട്ടിരുന്ന അമേരിക്ക ഇസ്രായേൽ സൗഹൃദത്തിന് വിള്ളലുകൾ വീണിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മധ്യേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും ശത്രു രാജ്യങ്ങളായി തീർന്നാലും ഇസ്രായേൽ അമേരിക്കയിൽ ബോംബിട്ടാലും നമ്മൾ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിശയപ്പെടേണ്ട കാര്യമില്ല. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ നെതന്യാഹു ഒരിക്കലും മര്യാദയ്ക്കിരിക്കില്ല. തിരിച്ചടി കൃത്യമായിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അമേരിക്കയ്ക്ക് അതിന്റെ തിരിച്ചടി കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങൾ വരെ ബായി ആയിരുന്ന ഇസ്രായേലും അമേരിക്കയും ശത്രുക്കളായി മാറുകയും ചിലപ്പോൾ അമേരിക്കയിൽ ഇസ്രായേൽ ബോംബിടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നെതന്യാഹുവിനെ ചവിട്ടി പുറത്താക്കാൻ ട്രംപ് നിലപാടെടുക്കുമ്പോൾ നെതന്യാഹു എടുക്കുന്ന നിലപാട്
അമേരിക്കയെ തന്നെ തകർക്കുക എന്നതായിരിക്കും.